ഫാമിലി ഗവേണൻസിന് മെയിൻ ഉദ്ദേശിക്കുന്നത് ഫാമിലി മെമ്പേഴ്സും തമ്മിലുള്ള ഒരു ട്യൂണിങ്, ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു റിത്തം, അല്ലെങ്കിൽ അവർ തമ്മിൽ എങ്ങനെ ഓർഗനൈസ് ചെയ്ത് പോകണം, എങ്ങനെ ഒറ്റക്കെട്ടായിട്ട് പോകണം എന്നുള്ളതിന് കുറച്ച് റൂൾസും റെഗുലേഷൻസും ഉണ്ടാക്കും. സർ, ഫാമിലി ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ടേമാണ് ഫാമിലി ഗവേണൻസ്. എന്താണ് ഈ ഫാമിലി ഗവേണൻസ് എന്നൊന്ന് വ്യക്തമാക്കാം? അത് സിമ്പിൾ വേർഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് കേട്ടിട്ടുണ്ടാവും. അതായത് ആ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് കുറച്ചൊന്ന് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ അത് ഒരു നിയമമാണ്. അത് ബേസിക്കലി വലിയ കോർപ്പറേറ്റ്സ്, കമ്പനീസ്, പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ്, ഇവയെല്ലാം പബ്ലിക് ഫണ്ട് യൂസ് ചെയ്യുകയോ ഒരു ടേൺ ഓവർ ലെവലിൽ കൂടുതൽ അവർ എത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് കുറേ റൂൾസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഗവേണൻസ്, കോർപ്പറേറ്റ് ഗവേണൻസ് വേണമെന്നുള്ളത് അത് മാൻഡേറ്ററി ആണ്. അത് പാലിച്ചു പോയേ പറ്റുള്ളൂ. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, പബ്ലിക് മണി മിസ്യൂസ് ചെയ്യരുത്. അതായത് ഷെയർ ഹോൾഡേഴ്സ് മണി, ഇൻവെസ്റ്റേഴ്സ് മണി, ബാങ്ക്സ് മണി അത് മിസ്യൂസ് ചെയ്യുകയോ ഡൈവേഴ്സിഫൈ ചെയ്ത് ഒത്തിരി കേസ് സ്റ്റഡീസ് നമുക്കുണ്ട്. കേസും കൂട്ടവും അറസ്റ്റും ഒക്കെ ആയിട്ട് ഇതെല്ലാം അതിൻ്റെ പ്രശ്നം വെച്ചാൽ ഗവേണൻസ് സിസ്റ്റം ഫെയിലിയർ ആയിട്ടാണ്, ഇൻ സ്പൈറ്റ് ഓഫ് റൂൾ ഉണ്ടായിട്ട് പോലും. ഇനി പ്രൈവറ്റ് കമ്പനീസിൽ ഇങ്ങനെ പ്രത്യേകിച്ച് റൂളൊന്നുമില്ല. അതിൻ്റെ അകത്ത് ഗവൺമെൻറ്റിൻ്റെ കുറേ കമ്പനീസ് ആക്ട് ഉണ്ട്, ഡയറക്റ്റ് ടാക്സിൻ്റെ ഇതുണ്ട്, ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട്, കുറേ എംപ്ലോയി ബെനിഫിറ്റ് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ അല്ലാണ്ട് വേറെ ഗവേണൻസ് സിസ്റ്റംസ് ഒന്നുമില്ല. പക്ഷേ പല പ്രൈവറ്റ് കമ്പനീസും ഈ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഒരു മോഡൽ ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് ആ കമ്പനി നിലനിർന്നു പോകാനും ബോർഡ് സ്ട്രോങ് ആക്കുക. അത് നമുക്ക് വേറൊരു ഇതായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം, എങ്ങനെ ഒരു ഗവേണൻസ് സിസ്റ്റം നല്ലൊരു പ്രൈവറ്റ് കമ്പനി കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത്. ഇതിപ്പോൾ നമുക്ക് മാൻഡേറ്ററി ആയിട്ടോ അല്ലാണ്ടോ ഇത് നമുക്ക് ബിസിനസ്സിൽ അത് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ആദ്യം പറഞ്ഞാൽ ഇതിൻ്റെ മറുവശമാണ്, കോയിൻ്റെ മറുവശമാണ് ഫാമിലി. അപ്പോൾ എന്താണ് ഫാമിലി ഗവേണൻസ്? ഈ ഫാമിലി ഗവേണൻസിന് മെയിൻ ഉദ്ദേശിക്കുന്നത് ഫാമിലി മെമ്പേഴ്സും തമ്മിലുള്ള ഒരു ട്യൂണിങ്, ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു റിത്തം, അല്ലെങ്കിൽ അവർ തമ്മിൽ എങ്ങനെ ഓർഗനൈസ് ചെയ്ത് പോകണം, എങ്ങനെ ഒറ്റക്കെട്ടായിട്ട് പോകണം എന്നുള്ളതിന് കുറച്ച് റൂൾസും റെഗുലേഷൻസും ഉണ്ടാക്കുന്നു. അതൊന്ന്. രണ്ടാമത്തെ മേജർ ഇഷ്യൂ, ഈ ഫാമിലിയിൽ നിന്ന് എങ്ങനെയാണ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുത്തേണ്ടത്. കാരണം ബിസിനസ്സിൽ ഓൾറെഡി നന്നായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പ്രൊഫഷണൽസ് ഉണ്ടാവും, ഔട്ട്സൈഡ് ആൾക്കാരുണ്ടാവും, റെസ്പോൺസിബിലിറ്റി എടുത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം, ടോപ്പ് ലെവലിൽ ഔട്ട്സൈഡ് ഫാമിലി മെമ്പേഴ്സ് അല്ലാത്തവർ. കാരണം ബിസിനസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫാമിലിയുടെ ഇൻഫ്ലുവൻസ് അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ എങ്ങനെ, ആര്, എപ്പോൾ, ഏത് രീതിയിൽ ഈ ബിസിനസ് കൺട്രോൾ ചെയ്യണം എന്നുള്ള ഒരു ഗവേണൻസ് സിസ്റ്റം, അതിൻ്റെ ഒരു നടത്തിപ്പ്, അതിൻ്റെ ഒരു റൂള് ഇങ്ങോട്ട് കൂടി ഫാമിലിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണതാണ് ഫാമിലി ഗവേണൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകണമെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് കുറേ സ്ട്രക്ചേർഡ് സിസ്റ്റംസ് ഉണ്ട്. ഈ ഫാമിലി ഫോളോ ചെയ്യുന്നതും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതി, എങ്ങനെ അത് പോകണം, അതിൻ്റെ അകത്ത് ആ പ്രോബ്ലം സോൾവിങ് മുൻകൂട്ടി കണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അതിൻ്റെ ഫാമിലി സെറ്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ബൈലോ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ സക്സഷനുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ബട്ട് ഇൻ നട്ട്ഷൽ ഇതാണ് ഈ ഫാമിലി ഗവേണൻസ് എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം. ഒരു ഗവേണൻസ് സിസ്റ്റം, ഒരു റൂൾ അവിടെ ഇല്ല എങ്കിൽ ഇത് ആരെന്ത് ചെയ്യണമെന്ന് അറിയില്ലാണ്ട് ബിസിനസ്സിലേക്ക് കയറി എല്ലാവരും ഇൻവോൾവ് ചെയ്ത് ഇതൊരു കുഴഞ്ഞ തകർച്ചയിലേക്ക് എത്താനുള്ള വഴികൾ ധാരാളമുണ്ട്. അതാണ് ഫാമിലി ഗവേണൻസിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ.